ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നേ സാമ്പാർ കിറ്റ് വാങ്ങിയപ്പോഴേ മത്തങ്ങ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. മത്തങ്ങ പെട്ടെന്ന് കേടാവണോണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് ജാറിലിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടാ. അപ്പോൾ ഇതേ തൊലിയും ഒരുപാട് കിട്ടിയിട്ടാ. അപ്പോൾ ഇത് വെച്ചേ പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് കഴിച്ച ഒരു സംഭവം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഇതേ തൊലി നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കഴുകിയെടുക്കണം. വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം കേട്ടാ. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എൻ്റെ ഓർമ്മയിൽ ഇത് ഒരു തവണയെ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടാ. പക്ഷേ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നുള്ളതാണ്. എൻ്റെ ആൻറ്റിയാണ് കേട്ടാ എനിക്കിത് ഉണ്ടാക്കി അന്ന് തന്നത്. ദേ മിക്സ് ചെയ്യണ കണ്ടാൽ അറിയാല്ല, അതാണ് ഞാൻ നേരത്തെ വെള്ളം ഒട്ടും ഉണ്ടാവരുതെന്ന് പറഞ്ഞത് കേട്ടാ. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടാ. എന്നിട്ട് ഇനി ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കണം കേട്ടാ. ഒരു 3 മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളണം കേട്ടാ. ഈ ഒരു വീഡിയോ ഞാൻ വെയിലുള്ള സമയത്ത് എടുത്തതാണ് കേട്ടാ. ഇപ്പം മഴയായെന്നറിയാം, എന്നാലും വെയിലുള്ള ദിവസം ഇങ്ങനെ ഒരു മത്തങ്ങ തൊലി കിട്ടിയാൽ ഇതൊന്ന് ചെയ്തു നോക്കാൻ മറക്കരുതിട്ടാരും. ഏകദേശം നമുക്ക് ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൊരിയിച്ച് ഇങ്ങോട്ട് എടുത്താൽ മതി കേട്ടാ. സംഭവം റെഡി. വറുത്ത് കോരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടാ. ഞാൻ പറഞ്ഞ ഐറ്റം ഇതാണ് കേട്ടാ. അടിപൊളി ടേസ്റ്റാണ് കേട്ടാ. മിത്രമോൾക്ക് കൊടുത്തു നോക്കാം കേട്ടാ. മിത്രമോൾക്ക് ഇങ്ങനെ പച്ചക്കറികളുടെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. മോനൂട്ടം പക്ഷെ കഴിച്ചില്ല കേട്ടാ. അപ്പോൾ മത്തങ്ങ കിട്ടുമ്പോൾ തൊലി വെറുതെ അരിഞ്ഞ് കളയരുതിട്ടാ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതിട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.